ഗ്രാജുവേറ്റ് എഞ്ചിനീയർമാരുടെ സംഘടനയായ ഗ്രേസിന്റെ കാസർഗോഡ് സെന്റർ പൊതുയോഗം ചെറുവത്തൂരിലെ JK റെസിഡൻസിയിൽ വെച്ച് നടത്തി. മുൻ സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ മഹേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. സിവിൽ എഞ്ചിനീയർമാരെ ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡിസൈനിൽ നിന്നും ഒഴിവാക്കുന്ന ആർക്കിടെക്ട് ആക്ട് ഭേദഗതി പിൻവലിക്കണമെന്ന് ഗ്രാജുവേറ്റ് എഞ്ചിനീയർമാരുടെ സംഘടനയായ ഗ്രേസിന്റെ കാസർഗോഡ് സെന്റർ പൊതുയോഗം ആവശ്യപ്പെട്ടു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും യോഗം ചർച്ച ചെയ്തു. പ്ലാനിംഗ് സമയത്ത് NHAയും പ്രാദേശിക ഭരണസ്ഥാപനങ്ങളുമായി ശരിയായ രീതിയിൽ ആശയവിനിമയം നടക്കാത്തതിന്റെ പോരായ്മയാണ് പല ചെറുപട്ടണങ്ങളെയും രണ്ടായി വിഭജിക്കാൻ ഇടയാക്കിയതെന്നും യോഗം വിലയിരുത്തി. സർവീസ് റോഡിലേക്ക് മഴവെള്ളം വിടുന്നത് കേരളത്തെ പോലെ 2 മാസം തുടർച്ചയായി മഴ പെയ്യുന്ന സംസ്ഥാനത്തിന് ഒരിക്കലും അനുയോജ്യമല്ല. റോഡിന്റെ തെറ്റായ നിർമ്മിതിയും മറ്റു പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള നടപടി മേൽത്തട്ടിൽ നിന്നും അടിയന്തരമായി ഉണ്ടാകണമെന്നും ഗ്രേസ് കാസർഗോഡ് സെന്റർ പ്രമേയമായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചു. ചെറുവത്തൂരിലെ JK റെസിഡൻസിയിൽ വെച്ച് നടത്തിയ യോഗം മുൻ സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥന്മാർക്കനുസരിച്ച് അല്ലെങ്കിൽ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്കനുസരിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ബിൽഡിംഗ് റൂളുകൾ നമ്മൾക്ക് അനുഭവത്തിൽ വരുന്നത് എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അത് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഒരു ജോലിയിൽ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും ആർക്കും തുറന്ന് സമ്മതിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഇത് മറ്റൊരു വശമാണ്. അപ്പൊ അത്തരത്തിലൊരു ആംബിഗ്വിറ്റി ഇല്ലാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് റൂളാണ് നമുക്ക് ആവശ്യമുള്ളത്. അത്തരത്തിലുള്ള ഒരു ബിൽഡിംഗ് റൂള് പുനഃപരിശോധന നമുക്ക് ആവശ്യമാണ് എന്നുള്ളതും നമുക്ക് കാലോചിതമായിട്ടുള്ള പരിഷ്കാരം അതിലും ആവശ്യമാണ്. ഇപ്പോഴത്തെ നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്, നമ്മൾക്ക് മാത്രമല്ല ജനറൽ പബ്ലിക്കിന്, ഈ K-സ്മാർട്ട് വന്നതിന് ശേഷമുള്ള കാര്യം. കാരണം K-സ്മാർട്ട് വന്നു, കേരളത്തിൽ മുനിസിപ്പാലിറ്റിയിൽ വന്നു, പിന്നീട് അത് പഞ്ചായത്തിലും വ്യക്തമായിട്ടുള്ള മുന്നൊരുക്കങ്ങളില്ലാതെയാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചടങ്ങിൽ കാസർഗോഡ് സെന്റർ പ്രസിഡന്റ് രാജീവൻ പരങ്ങേൻ അധ്യക്ഷനായി. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ എഞ്ചിനീയർ സഫറുള്ള, എഞ്ചിനീയർ മഹേഷ്, സംസ്ഥാന ട്രഷറർ എഞ്ചിനീയർ ഷാജു കല്ലമ്പലത്ത്, കണ്ണൂർ സെന്റർ പ്രസിഡന്റ് എഞ്ചിനീയർ ദിനേശ്, റിട്ടയർഡ് ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനറും ചീഫ് ഫാക്കൽറ്റിയുമായ എഞ്ചിനീയർ KV രഞ്ജിത്ത് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുൻ പ്രസിഡന്റ് എഞ്ചിനീയർ ഷൗക്കത്ത് അലി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എഞ്ചിനീയർ പ്രദീപ് നായർ എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് എടുത്തു. കാസർഗോഡ് സെന്റർ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ ഫലാഹ് സ്വാഗതവും ട്രഷറർ എഞ്ചിനീയർ ജലീൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.